ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നതേ ഞാൻ ആദുമോൻ്റെയും ഹിൽ ബേബിൻ്റെയും സ്റ്റഡി ഏരിയയിൽ വരുത്തിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഹിൽ ബേബിൻ്റെ സ്റ്റഡി ടേബിൾ ഇതാണ്. അത് ഭയങ്കര മോശമായിട്ടുണ്ട്. അതൊന്ന് മേക്ക് ഓവർ ചെയ്യാനുണ്ട്. ആദുമോൻ്റെ സ്റ്റഡി ടേബിൾ ഒരു നോർമൽ വുഡൻ സ്റ്റഡി ടേബിളായിരുന്നു. അതിലേക്ക് ഞാൻ ഇതുപോലെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. ഒരു മാർബിൾ ഷെയ്ഡ് വരുന്ന വാൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടിച്ചപ്പോൾ കുറച്ച് സൈഡിൽ ചെറിയ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും മാക്സിമം ഫിനിഷിങ്ങിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ഏരിയ മൊത്തം ഒരു ലൈറ്റൊക്കെ വന്ന പോലെ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ. പിന്നെ ഇതേ ഇവിടെ ആദുമാൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്. മദ്രസയിലേക്കും ട്യൂഷനും കൊണ്ടുവന്ന ബാഗാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വാൾ പെയിൻറ്റിങ് ഉള്ളത്. ആ ഒരു വാൾ പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഷെൽഫ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ ബോക്സസ് ഒക്കെ വെച്ചത്. ഇത് ലൈറ്റർ ഞാൻ ഇന്നലെ കറണ്ട് പോയപ്പോൾ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അതവിടെ വെച്ച് പോന്നതാണ്. പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിൽ മദ്രസയിലെ ബുക്ക്സ് ഒരട്ടിയും അതുപോലെ സ്കൂളിലെ ബുക്ക് വേറൊരു അട്ടിയായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പഴയ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന. അപ്പോൾ അത് ഞാനിതുപോലെ എന്തെങ്കിലും സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പിൻ ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ സൈഡിൽ വെച്ച് കൊടുത്തതാണ്. ഒരു വാൾ ഗ്രിഡൊക്കെ പോലെ. പിന്നെ ഇത് ഏറ്റവും ബാക്കിലായിട്ട് അവൻ്റെ എക്സാം ബോർഡും പിന്നെ വാട്ടർ കളറിൻ്റെ ബുക്കും ഒക്കെ ഉണ്ട്. പിന്നെ പെൻസിൽ കളേഴ്സ്, സ്കെച്ച്, പിന്നെ പെന്ന് പെൻസിലൊക്കെ ഇടാൻ അങ്ങനെ 3 പെൻ ഹോൾഡേഴ്സിലായിട്ട് വെച്ചിട്ടുണ്ട്. പെൻസിൽ കളേഴ്സ് ഇട്ട് വെച്ചത് പെൻ ഹോൾഡറൊന്നുമല്ല, അത് എന്തിൻ്റെ ഒരു പൗച്ചായിരുന്നു. മറ്റേത് ഒന്ന് സ്കെച്ച് ഇട്ട് വെച്ചത് ഞാൻ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളതാണ്, മറ്റേത് മേടിച്ചതും. ഇത് പിന്നെ മക്കളുടെ ക്യാഷൊക്കെ അവർക്ക് ആരെങ്കിലും കോയിൻസൊക്കെ കൊടുക്കുമ്പോൾ അത് ഇട്ട് വെക്കുന്ന ഒരു കുഞ്ചി എന്നാണ് കേട്ടോ ഇവിടെ പറയാം. പിന്നെ കുറ്റീന്നോ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ കുഞ്ചി എന്നാണ് ഇതിന് പറയുക. പിന്നെ ഇതുപോലെ ഒരു ഷെൽഫ്, അതിൻ്റെ മേലെ അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഒരു നോട്ട്ബുക്കാണ്. പിന്നെ ഇതിലത് ക്രയോൺസ്, ബേബിൻ്റെ സ്ലേറ്റ് പെൻസിൽ, പിന്നെ അവരുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കത്രിക, അതുപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ബാക്ക് ടു സ്കൂളിൽ ഞാൻ പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പല കളേഴ്സിലുള്ളൊരു പെന്ന്. അപ്പോൾ അതും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സീലുകളൊക്കെയാണ്, അവരെന്തെങ്കിലുമൊക്കെ എഴുതി തരുമ്പോൾ എക്സലൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സീൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സീലുകളൊക്കെയാണ്. പിന്നെ ഈ ഷെൽഫിൽ ഷാർപ്പ്നേഴ്സും ഇറേസേഴ്സും, അത് ഞാൻ പല ടൈമിലായിട്ട് മേടിച്ചിട്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. ഇറേസേഴ്സ് ആണെങ്കിലും ഷാർപ്പ്നേഴ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് എന്തായാലും അതൊന്നും മേടിക്കില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ സ്കെയിലും വെച്ചിട്ടുണ്ട്. അതുമോൻ്റെ സ്കൂളിലെ ബാഡ്ജാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുടുങ്ങുന്നുണ്ട്. പിന്നെ ഏറ്റവും താഴത്തെ ഷെൽഫിലായിട്ട് ഞാൻ അതുമോൻ്റെ പെന്നും പിന്നെ പെൻസിൽ ബോക്സ് ഞാൻ 2-3 ഓഫർ ഉണ്ടായപ്പോൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുമോൻ്റെ 2 ഡയറിയും പിന്നെ അവരുടെ നെയിം സ്ലിപ്സൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടുള്ളത്. ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സംഭവങ്ങളും അവൻ്റെ മെറ്റീരിയൽസും എല്ലാം കൂടെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്റ്റഡി ടേബിൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒതുക്കി. അപ്പോൾ അവന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ അവൻ്റെ സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ആയിട്ട് വേറൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഈ ചുമരിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വൈറ്റ് പെയിൻ്റ് അടിക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്ന് നടക്കുന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.